ഹലോ എല്ലാവർക്കും നമ്മുടെ പുതിയ വീഡിയോട്ടേക്ക് സ്വാഗതം. ഇന്ന് ഞാനാണ് ഇൻട്രോ എടുക്കണത്. എല്ലാ വീഡിയോ പറയണ പോലെ തന്നെ ഞാനാണ് ഇൻട്രോ എടുക്കണത്. അപ്പോൾ ഇന്ന് ഞായറാഴ്ച വീഡിയോ എടുക്കണം. ഞായറാഴ്ച കുളിയും കാര്യങ്ങളൊക്കെ കഴിഞ്ഞ് ഇന്ന് വൈകിട്ട് കുളിയും കാര്യങ്ങളും കഴിഞ്ഞ് കുറച്ച് നേരം ഞാൻ ടി വി കാണുമ്പോൾ ഒരാൾ റൂമിലോട്ട് പോകണ്ടായിരുന്നു. പിന്നെ പുള്ളിക്കാരത്തിനെ കാണണ്ടായില്ല. പുള്ളിക്കാരത്തി എന്താ ചെയ്യണത് നമുക്ക് നോക്കിയിട്ടെന്നല്ല, എന്താണ് അവിടെ പരിപാടി എന്നൊക്കെ നമുക്ക് നോക്കാം. എന്താണ് അമ്മ ഇവിടെ ചെയ്യണേന്നൊക്കെ കാണാട്ടെ. ഇവിടെ എന്താണിത്? റൂം നിറച്ച് തുണിയാണ് ഇവിടെ. തുണി ഞാനാകെ പെട്ടുപോയ അവസ്ഥയായിരുന്നു. കാരണം എന്താന്ന് വെച്ചാൽ ഞാനിന്നേ കുളിയൊക്കെ കഴിഞ്ഞ് കഴിഞ്ഞപ്പോ ഇന്നെന്തായാലും പണിക്കാരൊന്നും ഇല്ലാത്തത് കൊണ്ട് തന്നെ കുറച്ച് ഒതുക്കല് പെറുക്കലൊക്കെ ചെയ്യാം. എല്ലാരും കൂടി പണി കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്കൊരു 3-4 ദിവസം കൂടി ഇനി പണി ഉണ്ടാവട്ടെ. അപ്പൊ പണി കഴിഞ്ഞ് ഒക്കെ കൂടി ഒരുമിച്ച് ഞാൻ തന്നെ ചെയ്ത് വരുമ്പോഴേക്കും ഞാൻ സൈഡാവും. അതുകൊണ്ട് ഞാൻ പയ്യെ ഓരോന്ന് ഒതുക്കി തുടങ്ങാന്ന് കരുതിയിട്ട് അപ്പൊ നമ്മുടെ കബോർഡൊക്കെ ഒന്ന് സെറ്റ് ചെയ്ത് തുണിയൊക്കെ ഒന്ന് മടക്കാന്നൊക്കെ കരുതിക്കൊണ്ട് തുണി എടുത്തിട്ടിട്ട് എനിക്ക് പ്രാന്തായിട്ട് പാടില്ലെന്ന് ഞാൻ ആകെ വട്ടുപിടിച്ച് ഏതറ്റത്തുനിന്ന് എവിടെ നിന്ന് എങ്ങനെ തുടങ്ങുമെന്നൊന്നും അറിയാൻ പാടില്ല. എൻ്റെ കബോർഡൊക്കെ ആകെ കൊള്ളായി കിടക്കണമെന്ന് വെച്ചാൽ കൊള്ളായി കിടക്കണം. എനിക്ക് അതൊന്നും ഇരുന്ന് ചെയ്യാനുള്ള ഒരു സമയം കിട്ടണുണ്ടായിരുന്നില്ല. അപ്പൊ ഇന്ന് ഞാൻ അത് ചെയ്യാന്ന് കരുതിയിട്ടില്ലേ, ഇതെന്റെ മാത്രം തുണിയാണ് കേട്ടോ, വേറെ ആരുടെയും എടുത്തിട്ടില്ല. സുധു അതിന്റെ ഓരത്ത് കൊണ്ടുവന്ന് സൈഡിൽ കൊണ്ടുവന്ന് ഇങ്ങനെ വെച്ചിട്ടുണ്ട് സുധുവിന്റെ എന്തെങ്കിലും ചെയ്യാന്ന് ഓർത്തിട്ട്. അപ്പൊ തിരിച്ചെന്റെ കബോർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ നിങ്ങൾ എല്ലാവരും ഞെട്ടിപ്പോകും. കാരണം എന്താണെന്ന് വെച്ചാൽ വീടൊക്കെ നല്ല എപ്പോഴും തുടക്കല് വൃത്തിയാക്കല് വിനയാക്കലൊക്കെ ഉള്ള കബോർഡ് കണ്ടിട്ടുണ്ടെങ്കിൽ അതെന്ന് ഓർക്കും. പക്ഷെ കബോർഡിൽ ഒരു രക്ഷയില്ലെന്ന്. എനിക്ക് ആകെ ഈ ഒരു കബോർഡ് മാത്രമേ ഉള്ളൂ. അപ്പൊ എല്ലാവരുടെയും തുണിയും കൂടി ഇങ്ങനെ കുത്തി കയറ്റി വെച്ചിട്ട് ഒരെണ്ണം എടുക്കുമ്പോൾ ഒരെണ്ണം പോരും. അപ്പൊ നമുക്ക് ഈ തുണി കുറച്ചൊക്കെ നമ്മൾ മാറ്റാൻ പോണേനൊന്ന് കാണിച്ചു കൊടുത്തത് കാട്ടിക്കൊടുക്കാം. ഇവിടെ എന്തൊക്കെയാണെന്ന് കാണാം. ഇതാണ് എന്റെ അടിപൊളിയായിട്ടുള്ള ഒരു കബോർഡ്. ഇങ്ങനെ എന്താ കബോർഡൊക്കെ കണ്ടത്, ഇങ്ങനെ ഒരു അടപ്പനുള്ളത് കൊണ്ട് ഞാൻ രക്ഷപ്പെട്ട്. ഇങ്ങനെ നമ്മൾ ഒരു തുണി എടുക്കുമ്പോഴേക്കും ഒരു തുണി ഇങ്ങനെ ഇതായിട്ട് പോകും. നമുക്ക് ഈ ഒരു അലമാരി ഉള്ളൂല. അപ്പൊ ഈ ഒരു അലമാരി മാത്രമാകുമ്പോ തന്നെ എല്ലാവരുടെയും എല്ലാനും നല്ല ഡ്രസ്സുകൾ, ഇപ്പൊ എന്റെ ഡ്രസ്സ്, വീട്ടിലിടുന്നത്, ബെഡ്ഷീറ്റ് കാര്യങ്ങള്, സുധുവിന്റെ, സുനിച്ചേട്ടന്റെ, അങ്ങനെയൊക്കെ നമ്മൾ വെച്ചേക്കണം. പിന്നെ നമുക്ക് മുകളിലൊരു സ്റ്റാൻഡ് ഉള്ളതിലാണ് യൂണിഫോം കാര്യങ്ങളൊക്കെ ഇടുന്നത് കേട്ടോ. അപ്പൊ ഈ ഒരു തട്ടില് നോക്കിയിട്ട് എൻ്റെ ആണെങ്കിൽ എനിക്ക് കുറെ ഡ്രസ്സൊക്കെ കാണാനുണ്ട്, ഇടാനൊക്കെ ഉണ്ട്. നമ്മൾ ജോലിക്ക് പോയിരുന്ന സമയത്തൊക്കെ കുറെ ഡ്രസ്സ്, ഒരു വർഷമായിട്ട് യൂണിഫോം തന്നെ ഇടുന്നതുകൊണ്ട് തന്നെ കുറെ ഡ്രസ്സുകൾ ഒരു വർഷമായിട്ട് ഇതിന്റെ അടിയിൽ പെട്ടുപോയതുണ്ട്. നമ്മൾ വല്ലയിടത്തും പോകുമ്പോൾ നല്ലത് മാത്രമല്ലേ ഇടുള്ളൂ. അപ്പൊ ഇന്ന് തപ്പിപ്പിടിച്ച് ഡ്രസ്സുകളൊക്കെ തപ്പിപ്പിടിച്ച് നോക്കിയപ്പോ ഓണത്തിന് ഡ്രസ്സ് എടുക്കണ്ട, അതിന് വേണ്ടി ഉണ്ട് ഇടാൻ. പഴയ സ്റ്റോക്ക് ഇരിപ്പുണ്ട്. അപ്പൊ പഴയത് ഇപ്പൊ പുതിയതായിട്ട് എടുത്തിടാല. അപ്പൊ അങ്ങനെ ഞാൻ തുണി ഇവിടെ നിന്ന് മടക്കി തുടങ്ങിയിട്ട. പക്ഷെ ഇതിൽ കുറച്ച് തുണിയൊക്കെ നമ്മള് കുറച്ച് ഡ്രസ്സൊക്കെ ആർക്കെങ്കിലും ഒന്ന് കൊടുക്കാന്ന് എഴുതി വെച്ചേക്കണം കേട്ടോ. നല്ല ഡ്രസ്സാണ്, പക്ഷെ ഞാൻ ഇടാത്തത് അങ്ങനെ ഞാൻ അങ്ങനെ മാറ്റി തിരിച്ചു വെക്കണേണ്. അതിനിടയ്ക്ക് ഞാൻ ഇടുന്ന ഡ്രസ്സുകളും അങ്ങനെയുള്ള സംഭവങ്ങളൊക്കെ കൂടി അടക്കി പെറുക്കണേൻ്റെ ഇടയ്ക്ക് ഞാൻ ആകെ പെട്ടുപോയി. ഇനി എന്തായാലും പെട്ടുപോയ സ്ഥിതിക്ക് ഇത് മുഴുവനും തീർപ്പാക്കണം. അപ്പൊ അതൊക്കെയാണ് നമ്മുടെ ഇന്നത്തെ വിശേഷങ്ങൾ. പിന്നെ ഇന്ന് നമ്മൾ കുക്കിങ്ങും കാര്യങ്ങളെല്ലാം കഴിഞ്ഞിട്ടുണ്ട്. നമ്മൾ അടുക്കളയിൽ പോയിരുന്ന സുധു? ഇല്ല, അടുക്കളയിലും എല്ലാ കാട്ടിയൊന്നുമല്ല, ഞാൻ ഇവിടെ നിന്നാണ് ഇൻട്രോ എടുത്തത്. ആണല്ലേ. ഇങ്ങനെ നമുക്ക് അടുക്കളയിലോട്ട് പോകുമ്പോ ഒരു പരിമിതി ഉണ്ട്. എന്താന്ന് വെച്ചാൽ നമ്മുടെ വീട് നമ്മളൊരു എന്താ പറയണത്, പുതിയ അത് തന്നെ. വീടിന് നമ്മൾ അടിപൊളിയായിട്ട് റിനോവേഷൻ നടന്നുകൊണ്ടിരിക്കുന്നതാണ് വീടിന്റെ. അപ്പൊ അങ്ങനെ തന്നെ അല്ലേ? അതെ, അതൊക്കെ സെറ്റായിട്ട് സെറ്റായിട്ടൊക്കെ കാണിച്ചു തരാം. അതാണ് ഞാനിപ്പോ ഷോർട്സും കാര്യമായിട്ട് എടുക്കാത്ത. നമ്മൾ ഈ മുറിയിലും അടുക്കളയിലും ആയിട്ടാണ് ഇപ്പൊ നമ്മുടെ യാത്രകൾ. ഇടക്ക് മാത്രം അപ്പുറത്തേക്ക് മാത്രം പോണുള്ളൂ, ടി വി കാണാനൊക്കെ ജസ്റ്റ് മാത്രം പോണുള്ളൂ. അപ്പൊ എല്ലാം പണിയൊക്കെ കഴിഞ്ഞിട്ട് ഞാൻ എന്തായാലും ഒരു ഫുൾ വീഡിയോ ആയിട്ടും ഷോർട്സ് ആയിട്ടും ഒക്കെ ഇടാം. ഇന്ന് നമുക്ക് ബിരിയാണിയൊക്കെ ഉണ്ട് കഴിക്കാനായിട്ട്. ബിരിയാണി, കോളിഫ്ലവർ കറി, പിന്നെ ചിക്കൻ ഫ്രൈയും ആണ്. സുനിച്ചേട്ടൻ വരും. അപ്പൊ ഞങ്ങൾ വന്നിട്ട് ഒരുമിച്ച് ചോറിനാന്ന് കരുതി. അപ്പൊ ഇപ്പൊ സമയം ഏകദേശം 1 മണിയൊക്കെ ആയിട്ടുണ്ട്. വേഗം ഇതെല്ലാം ഒന്ന് ചടപടിയൊന്ന് മടക്കിയൊക്കെ വെച്ചിട്ട് കുറച്ചൊക്കെ എന്തായാലും ശരി, എൻ്റെ പോലെ തന്നെ ആയിരിക്കും മിക്കവരും. കുറേ നമ്മളിങ്ങനെ ഡ്രസ്സൊക്കെ മാറ്റി എടുത്തു കഴിഞ്ഞ് കഴിയുമ്പോൾ നമുക്ക് കുറേയൊക്കെ അതിൽ കളയാൻ പറ്റാത്തത് ഉണ്ടാവുമല്ലോ. നമ്മൾ ഇടൂല, എന്നാലും അതൊരു സ്മാരകം പോലെ അങ്ങനെ വെക്കണ കുറേ ഡ്രസ്സുകൾ എനിക്കുണ്ട്. അതൊക്കെ ഒന്ന് സെറ്റാക്കണം. ഇങ്ങനെ പയ്യെ ഒന്ന് സെറ്റാക്കി കൊണ്ടുവരണം. എന്തായാലും 2 ആഴ്ചയാവും നമ്മുടെ വീട് പഴയ രീതിയിലേക്ക് ആവാനായിട്ട്. പുതിയ രീതി ആയിട്ട് നമ്മൾ പഴയ രീതിയിലേക്ക് ആവാനായിട്ട് കുറച്ച് സമയം എടുക്കും. അപ്പൊ ഞാൻ ആദ്യം വലിച്ചു നീട്ടിയിട്ട് പോണില്ല. അപ്പൊ നമുക്ക് ഈ തുണിയൊക്കെ ഒന്ന് നമുക്ക് ഈ തുണിയൊക്കെ ഒന്ന് മടക്കി വെക്കാടാ. ഞാൻ എന്റെ മാത്രമേ ഉള്ളൂ. എന്താണ് അങ്ങനെയൊക്കെ ഒരു
ഇത്ര തുണിയേ സുധുവിനാകെ 4-3-7 തുണിയുള്ളേ. ഈ സുധുവിന് കുഴപ്പമില്ല. ഈ ആമ്പിള്ളേർക്ക് ആകെ 2 ജീൻസും 2 ഷർട്ടും ഉണ്ടെങ്കിൽ അവരുടെ കാര്യം സെറ്റ് ആവും. നമുക്കാണല്ലോ പാന്റ്, ഷാള്, ടോപ്പ്, അത് ഇത്. അപ്പൊ ഇനി ഞാൻ തുണി എന്ന് പറഞ്ഞ ഞങ്ങളുടെ സമയം കളയുള്ള ഞാൻ ഇതൊക്കെ മടക്കി വെച്ചിട്ട് എല്ലാം സെറ്റായിട്ട് കാണിച്ചു തരാം കേട്ടാ. ഒതുക്കിപ്പെറുക്കി നമ്മളൊരു ബ്രേക്ക് എടുക്കാൻ കരുതി. നമ്മുടെ സുധപ്പൻ ഇന്നലെ ഒരു ഡ്രീം കേക്ക് ഒക്കെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ടായിട്ടാ. അപ്പൊ ഇത് അച്ഛനെയും കൂടി വെച്ചേക്കണ സാധനമല്ലേ. പക്ഷെ അച്ഛൻ വരുമ്പോഴേക്ക് ഇത് കാലിയാവുമെന്ന് തോന്നുന്നുണ്ട്. അങ്ങനെ നമ്മുടെ അടിപൊളി ഒരു ഡ്രീം കേക്ക് ഒക്കെ സുധപ്പൻ സെറ്റ് ചെയ്ത് വെച്ചതൊക്കെ കഴിച്ചുകൊണ്ടാണ് ഇനി നമ്മുടെ പണികളല്ലേ സുധപ്പൻ. അതിനിടയ്ക്ക് കൂടി സുധപ്പന്റെ റാക്കൊക്കെ തട്ടൊക്കെ ശരിയാക്കണ്ടായിരുന്നു കേട്ടോ സുധു. എന്റെ ഭാഗം ഞാൻ ക്ലിയർ ചെയ്യണം എന്നൊക്കെ പറഞ്ഞിട്ട് ചെയ്യണുണ്ടായിരുന്നു. അപ്പൊ കുറച്ച് എനിക്കും തരുമോ? താ പോന്നില്ല എടുത്തിട്ട്. സൂപ്പറാണ് കേട്ടോ, അടിപൊളിയായിട്ടുണ്ട്. അച്ഛൻ്റെ ഇതിൽ കൊടുക്കണേ. എന്തെങ്കിലും കൊടുക്കും. അച്ഛൻ അങ്ങനെ അധികം തണവും കേക്കൊന്നും കഴിക്കാറില്ലല്ലോ, അതുകൊണ്ടാണ് കേട്ടോ കൊച്ച് അങ്ങനെ. അങ്ങനെ ഇനി കളിച്ചും ചിരിച്ചുകൊണ്ട് നിന്നിട്ടുണ്ടെങ്കിൽ നമ്മുടെ പരിപാടി നടക്കൂലെന്ന് മനസ്സിലാക്കിയത് കൊണ്ട് തന്നെ വേഗം തന്നെ നമ്മുടെ ചട്ടപ്പടയെന്ന് വേഗം തന്നെ കാര്യങ്ങളൊക്കെ തീർക്കാമെന്ന് കരുതുന്നുണ്ട്. അപ്പോഴാണ് നമ്മുടെ സുധപ്പൻ അവിടെ നിന്നിട്ട് വീഡിയോ എടുക്കണ കണ്ടത്. വീഡിയോ എടുക്കണ കണ്ടിട്ടുണ്ടെങ്കിൽ പിന്നെ എനിക്കൊരിളക്കം കൂടുമെന്ന് അറിയാമല്ല. അങ്ങനെ ദേ ഒരു ഷാളൊക്കെ ചുറ്റി. ഷാളാണെങ്കിൽ എനിക്കില്ല കേട്ടോ, അതുകൊണ്ട് തന്നെ കിട്ടണ 2 ഷാളാണ് കിട്ടിയത്. അപ്പോൾ അതേ ഷാളൊക്കെ ചുറ്റി. ഞാൻ എപ്പോഴും മറ്റേ ടോപ്പൊക്കെ എള്ളിടാറ്, അതുകൊണ്ടാണ് കേട്ടോ ഷാളില്ലാത്തത്. അങ്ങനെ ഞാൻ നോക്കിയപ്പോൾ ഉണ്ടടാ, അതേ ഞാൻ കഴിഞ്ഞ ദിവസം നമ്മുടെ പറൂരിന്ന് മേടിച്ചൊരു ടോപ്പാണ് കേട്ടോ. അതിൻ്റെ ഒരു ബ്ലാക്ക് ഞാൻ ഇട്ടിട്ടുണ്ട് ഉണ്ടായിരുന്നു. ഇത് ഞാൻ ഇടാതെ വെച്ചിരുന്നതാണ്. ഇടാതെ അല്ല, സുനിച്ചേട്ടൻ ഇപ്പം ഇടണ്ട, വല്ലയിടത്തും പോകുമ്പോൾ ഇട്ടാൽ മതി എന്ന് പറഞ്ഞ് അങ്ങനെ വെച്ചതാണ് കേട്ടോ. കാരണം ഞാൻ എന്ത് പുതിയത് കിട്ടിയാലും അപ്പം തന്നെ ഇട്ട് നശിപ്പിക്കാനായിട്ട് നോക്കുമെന്നും പറഞ്ഞുണ്ട് കേട്ടോ. അങ്ങനെ ഇനി നമുക്ക് വേഗം തന്നെ സെറ്റ് ആക്കാട്ടെ റൂം. എന്തൊക്കെയായി ഇവിടെ? എല്ലാം കഴിഞ്ഞു. നോക്കി കട്ടില് മേലോട്ട്. നമ്മുടെ തട്ടൊക്കെ നമ്മള് ഒരു മണിക്കൂർ നമ്മൾ എടുത്തോളൂ കേട്ടോ. 1 മണിക്കൂർ കൊണ്ട് നമ്മൾ സംഭവം എല്ലാം കിട്ടില്ലെന്നാക്കിയെന്ന് നിങ്ങൾ പറയണം. എന്റെ ഡ്രസ്സുകളൊക്കെ ഇങ്ങനെ സെറ്റ് ചെയ്ത് വെച്ചിട്ടുണ്ട്. അതിൽ ഞാൻ ഇടുന്ന ഡ്രസ്സുകളും നമ്മൾ കുറച്ച് മാറ്റാന്ന് വിചാരിച്ചിരിക്കുന്നത്. നല്ല ഡ്രസ്സുകളാണ്, എന്നാലും കുറച്ച് മാറ്റാന്ന് കരുതിയിരിക്കുന്നത്. പിന്നെ ഈ ഡ്രസ്സുകൾക്കൊക്കെ നമ്മൾ ജീൻസ് പാൻറ് എന്നൊക്കെ പറയുമ്പോൾ അത് ഇപ്പുറത്തേക്ക് വെച്ചിട്ടുണ്ട് ഞാൻ. എന്ന് വെച്ചാൽ പാൻറ് എപ്പോഴും കുറവായിരിക്കുമല്ലോ നമുക്ക്. പാൻറ് നമ്മൾ ജീൻസൊക്കെ ആയിരിക്കുമല്ലോ അഡ്ജസ്റ്റ് ചെയ്തിടുന്നത്. പിന്നെ അതങ്ങനെ വെച്ചിട്ടുണ്ട്. പിന്നെ സുനിച്ചേട്ടൻ്റെ ഷർട്ടും ടീഷർട്ടും ഒക്കെ അങ്ങനെ വെച്ചിട്ടുണ്ട്. വരുമ്പോൾ എടുക്കാനുള്ള മുണ്ട് കാര്യങ്ങളും ഒരു വെള്ളമുണ്ടൊക്കെ ഇങ്ങനെ വെച്ചിട്ടുണ്ട്. ബാക്കി നമ്മൾ മുകളിൽ ഒരു വലിയ അലമാരയിലാണ് നമ്മൾ വെക്കണത്. നമ്മൾ വെള്ളപ്പൊക്കം മേടിച്ചിട്ട്, മുന്നേ ഞാൻ പറഞ്ഞിട്ടുണ്ടല്ലോ, വെള്ളപ്പൊക്കം മേടിച്ചിട്ട് നമ്മൾ മുകളിൽ അലമാരി കൊണ്ട് വെച്ചിട്ടുണ്ട്. സുധപ്പൻ്റെ തട്ട് സുധു തന്നെ ഉണ്ട് വൃത്തിയാക്കിയത്, ഞാൻ തൊട്ടേ ഇല്ല, അവനെന്നെ സഹായിച്ചെന്ന്. പിന്നെ താഴത്തെ ഈ തട്ടിൽ നമ്മൾ വീട്ടിലിടുന്ന ഡ്രസ്സുകൾ കാര്യങ്ങളാണ് വെച്ചേക്കണ. ഈ ഡ്രസ്സിൽ കൂടുതലും എൻ്റെ ടീഷർട്ടുകളാണ്. എൻ്റെ ടീഷർട്ട് എന്ന് പറയാൻ പറ്റൂല, കണ്ണൻ്റെ ടീഷർട്ട്. എല്ലാ ടീഷർട്ടും ഞാൻ അവൻ്റെ എടുത്തോണ്ട് ഇങ്ങോട്ട് പോരും. അപ്പം നമ്മുടെ ആങ്ങളമാരുടെ ടീഷർട്ടാണ് നമുക്ക് എടുത്തുകൊണ്ട് വരാൻ പറ്റുന്നത്. അങ്ങനെ സുധപ്പൻ ഇനി വലുതായിട്ടാണ് സുധുവിൻ്റെ ടീഷർട്ട് ഞാൻ കഴിഞ്ഞ ദിവസം ഇട്ടിട്ടാ. നമ്മൾ ഇവിടെ പോയപ്പോൾ ട്രിപ്പ് പോയപ്പോൾ സുധുവിൻ്റെ ടീഷർട്ട് ഇട്ടിട്ടുണ്ടായി. അങ്ങനെ ടീഷർട്ടുകളും നമ്മുടെ വീട്ടിലിടാനുള്ള ഡ്രസ്സുകളും ഒക്കെയാണ്. അപ്പം ഇതിലും കുറച്ച് ടീഷർട്ടൊക്കെ ശ്രുതിക്കും കൊടുക്കാനുണ്ട്. ശ്രുതിയുടെയും ഉണ്ട് ഇവിടെ, കണ്ണൻ്റെയും ഉണ്ട്. എന്നാൽ കുറച്ച് വലിയ കുഴപ്പങ്ങളൊന്നും ഇല്ലാത്തത് പിന്നെ അവൾക്കും കൂടി കൊടുക്കണം. പിന്നെ നമ്മുടെ താഴെ ബെഡ്ഷീറ്റ് കാര്യങ്ങളെല്ലാം മടക്കി വെച്ചിട്ടുണ്ട്. പിന്നെ ഈ കൊട്ട നമ്മുടെ സുധപ്പൻ്റെ കൊട്ടയുണ്ടത്, സുധു കുഞ്ഞായിരിക്കുമ്പോൾ ഉള്ള കൊട്ടയാണ് ആ കൊട്ട. പിന്നെ ഒരു കൊട്ട മുകളിലിരിപ്പുണ്ട്, അതിൽ നമ്മൾ ബുക്ക് കാര്യങ്ങളൊക്കെ വെച്ചേക്കണത്. ഇത് നമ്മൾ സുധു ജനിച്ചപ്പോൾ മേടിച്ച കൊട്ടയാണ്. ഈ ചുവന്ന കൊട്ട ജനിച്ചപ്പോൾ മേടിച്ചതും മറ്റേത് സുധു കുറച്ചായി കഴിഞ്ഞതിന് ശേഷം മേടിച്ചതുമാണ്. അപ്പോൾ അതേ നമ്മുടെ ഫൈനൽ നമ്മുടെ പരിപാടിയൊക്കെ കഴിഞ്ഞ് സെറ്റ് ആയിട്ടുണ്ട്. ചേട്ടൻ വന്നാൽ നമുക്ക് കഴിക്കാനുള്ളത് കാണിച്ചു തരാട്ടെ ഞാൻ. നമുക്ക് അടുക്കളയിലിട്ടോ. ഹലോ. അപ്പൊ ഇന്നത് ഞായറാഴ്ച സ്പെഷ്യൽ ആയിട്ട് നമുക്ക് ചില്ലി ഗോപി ഉണ്ട്. അപ്പൊ ഞാൻ ചില്ലി ഗോപി വെച്ചിട്ടുണ്ട്. ഇത് നമ്മള് ഫ്രൈ ചെയ്ത് മാത്രം വെച്ചേക്കണ ചില്ലി ഗോപി, നമ്മുടെ ബിരിയാണി റൈസ്, പിന്നെ ചിക്കൻ ഫ്രൈ. ചിക്കൻ ഒന്ന് കുഞ്ഞായിട്ട് അൽഫാമിന്റെ ഒരു മസാല പോലെ റെഡിയാക്കിയിട്ട് കുഞ്ഞായിട്ട് വറുത്തൊരു ചിക്കൻ ഫ്രൈയും ആയി കഴിഞ്ഞപ്പോഴേക്കും നമ്മുടെ എല്ലാ പരിപാടിയും കഴിഞ്ഞിട്ടുണ്ട്. ഇനി സമയം ഒരു 2:30 ആയിട്ടുണ്ട്. നമ്മൾ ചേട്ടനും കൂടി എത്തിക്കഴിഞ്ഞിട്ടുണ്ടെങ്കിൽ നമുക്ക് കഴിക്കാം. അപ്പൊ ചേട്ടനോട് വന്നിട്ട് നമ്മുടെ വീഡിയോ നമ്മള് വൈൻഡപ്പ് ചെയ്യും. അപ്പോൾ ഒരു
3:30 മണിയായപ്പോഴേക്കും നമ്മുടെ സുനിച്ചേട്ടനും എത്തിയിട്ടുണ്ട്. അപ്പോൾ എല്ലാവരും കൂടി ഉള്ളൊരു ദിവസം ആയതുകൊണ്ട് തന്നെ ചേട്ടനെ കാത്ത് സുതപ്പനും ഇരുന്നിട്ടാ. സാധാരണ ഞാൻ മാത്രമാണ് അങ്ങനെ കാത്തിരിക്കാറ്. അങ്ങനെ ദേ നമ്മൾ റൈസും നമ്മുടെ കറിയും ഒക്കെ എടുത്ത് റെഡി ആയിട്ട് കഴിക്കാനായിട്ട് ഇരുന്നപ്പോഴേക്കും ചേട്ടനൊരു ഹായൊക്കെ തന്നെ ഉണ്ട് കേട്ടോ. അപ്പോഴാണ് ചേട്ടനൊരു പൊതി എടുത്ത് തന്നത്. നമ്മുടെ ഉള്ളിവടയും സവാള കുഞ്ഞു സവാളയുടെ ഒരു ബജ്ജി പോലത്തെ ഒരു സംഭവം കേട്ടോ. നല്ല ടേസ്റ്റാണ്. ഇത് മൂവാറ്റുപുഴയിൽ നിന്ന് കൊണ്ടുതന്നെയാണ് കേട്ടോ. ഞങ്ങളുടെ ഭയങ്കര ഫേവറേറ്റ് ആണ്. അതുകൊണ്ട് തന്നെ അപ്പം തന്നെ ഞങ്ങൾ വേഗം അറിഞ്ഞും പറഞ്ഞും കുറച്ച് അകത്താക്കി. അപ്പം നമ്മുടെ കൊച്ചു വീഡിയോ ഇത്രേ ഉള്ളൂ. അപ്പം നമ്മളെല്ലാവരും ഒന്ന് സപ്പോർട്ട് ചെയ്യണേ. അപ്പം നമുക്ക് ഇനി അടുത്ത വീഡിയോ കാണാം കേട്ടോ.